തെരഞ്ഞെടുത്തൊരു സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ തന്ത്രം ഒന്ന് മാറ്റേണ്ടി വരും. അത്രേ ഉള്ളൂ. അല്ല രമേശ, വോട്ട് ചെന്ന് ചോദിക്കുമ്പോ പെരക്കാർക്ക് മൊത്തം ഒരു തെളിമില്ലല്ലോ. എന്താ ഇഷ്യൂ? ഒന്നുമില്ല. നമ്മൾ ജനസമ്പർക്കം ഒന്നും കൂടി ഉഷാറാക്കണം. വേറൊരു ഇഷ്യൂ ഇല്ല ഇവിടെ. ഈ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഇന്നലെ പറഞ്ഞല്ലോ എന്ന് പറയാ. എന്താ പ്രേമ എന്റെ അഭിപ്രായം? ജോലെടുത്തുനിന്ന് പോകുന്നല്ലേ, അണക്കറിയാലോ ഇടതിന്റെ ഒരു ഇതൊക്കെ. ആരേക്കാ ഇക്കുറി നമ്മൾ പറ്റാവുന്ന പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂട്ടാവുന്നവരൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഹായ്, അത് ഉഷാറായി. എന്നാ നാളെ കാണാം. ആ ആലി, നിന്റെ കുടുംബക്കാരെ വോട്ടൊക്കെ നീ ഉറപ്പിക്കണം. അത് ഞാൻ ഏറ്റു. അതിനെ പറ്റി നിങ്ങൾ ബേജാറാവണ്ട. ഇക്കുറി ഇടതിനെ നമ്മള് പൊട്ടിക്കും. ഇത് ഒരു കാര്യം, നല്ലത് കൊടുത്താല് സുരേലും പെരക്കാരും വോട്ട് കിട്ടും. എന്ത് കായ് തന്നെ? കായ് കിട്ടിയായിരിക്കും പൊളിച്ചു രമേശ. അത് അവന്റെ ശീലാണ്. കായ് കിട്ടുന്നോടത്ത് വോട്ടും. ആശന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്. എന്ത്? നാളെ മോളെ പിറന്നാളാണ്. രമേശ, എന്നാ മറക്കണ്ട, നാളെ സദ്യ എവിടെ ആയിക്കോട്ടെ. പായസം ഉണ്ടാവുമല്ലോ. അത് വേണം. അതല്ലടാ, അമ്മ കുറെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു. തിരക്കിന്റെ ഇടയിൽ അതൊക്കെ വിട്ടും പോയി. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അതെ രമേശ, അമ്മ ഇന്ന് നേരത്തെ ചെല്ലാൻ പറഞ്ഞ സാ, ഞാൻ പോവാണേ. ഞാനും വരുന്നു. പിന്നെ സദ്യന്റെ കാര്യം നാളെ ഉച്ചക്കാട്ട് മറക്കാതെ എത്തും. നേരത്തെ വരാട്ടോ. അമ്മേ. അല്ല രമേശ, ഇതെന്താ വെറും കയ്യോടെ വന്നത്? എന്നോട് വാങ്ങാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എവിടെ? ഞാനത് മറന്നമ്മേ. വോട്ടിന് വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ അതിനുള്ള സമയം കിട്ടിയതില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോളോട് എന്താ പറയാ? സാരില്ലടാ, വിഷമിക്കണ്ട. ഇന്ന് കേറി പോരെ. അച്ഛാ, ഹായ്, അച്ഛൻ വന്നല്ലോ. എനിക്ക് ഉടുപ്പ് വാങ്ങിയോ? നാളെ രാവിലെ തന്നെ പോയി വാങ്ങാൻ മോളെ. രമേശ, എന്താ ഇത്? ഈ കരയേ, ഈ നേതാവല്ലടോ. നേതാക്കന്മാർക്ക് അറിയാൻ പറ്റുമോ? സത്യം പറയാലോ, കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ ഇല്ല. മോളെ പിറന്ന ദിവസത്തേക്കുള്ള സാധനങ്ങളും ഉടുപ്പും ഞാൻ എന്താ ചെയ്യാ? സാരല്ല അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. മോളെ ശാരദേ, കിറ്റിങ്ങട്ട് എടുത്തോട്. ഇതാ നോക്കി, എല്ലാ സാധനങ്ങളും ഉണ്ട്. അമ്മേ, പായസത്തിനല്ലോ ഉണ്ടോ? പിന്നല്ലേ, ഇതാ. രമേശ, നാളെ അമ്മിണിമോളുടെ പിറന്നാളല്ലേ? ഇത് അവൾക്കുള്ള ഉടുപ്പാ. നീ തന്നെ ഇത് അവൾക്ക് അങ്ങോട്ട് കൊടുത്തോ. അച്ഛൻ എവിടുന്ന് കിട്ടി ഇതിനൊക്കെയുള്ള പൈസ? എടാ, പാവങ്ങളോട് കരുതലുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടാവുമ്പോ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമ്മളെന്തിനാ പട്ടിണി കിടക്കുന്നത്? എനിക്കിന്ന് പെൻഷൻ കിട്ടി.